കാമുകിയെ കഴുത്തു ഞെരിച്ച ശേഷം കൈകൾ ബന്ധിച്ച് കുറ്റിക്കാട്ടിൽ തള്ളിയ കോതമംഗലം സ്വദേശിയായ യുവാവ് വിവാഹത്തലേന്ന് പിടിയിലായി. മരിച്ചുവെന്ന് കരുതി യുവതിയെ കോതമംഗലത്തെ ബൈപ്പാസിന്റെ സമീപത്താണ് തള്ളിയത്. വിവാഹിതയും ഒരു കുഞ്ഞിന്റെ അമ്മയുമാണ് ഇരയായ യുവതി. അറസ്റ്റിനെ തുടർന്ന് യുവാവിന്റെ വിവാഹം മുടങ്ങി. പ്രതി റിമാൻഡിലാണ്. കോതമംഗലം സ്വദേശി 31 വയസ്സുള്ള നിതിനെ പട്ടിമറ്റം പോലീസാണ് ഏതാനും ദിവസം മുമ്പ് അറസ്റ്റ് ചെയ്തത്. പ്രമുഖ സ്വകാര്യ ബാങ്കിലെ സ്റ്റാഫാണ് പ്രതി. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് പട്ടിമറ്റം സ്വദേശിനിയായ യുവതിയെ മർദ്ദിക്കുകയും കഴുത്ത് ഞെരിക്കുകയും ചെയ്ത ശേഷം കൈകൾ ബന്ധിച്ച് കോതമംഗലത്ത് ന്യൂ ബൈപ്പാസിൽ കോഴിപ്പള്ളി ഭാഗത്തെ കുറ്റിക്കാട്ടിൽ തള്ളിയത്. യുവതി മരിച്ചുവെന്ന് കരുതിയാണ് കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചത്. എന്നാൽ യുവതിക്ക് ബോധക്ഷയമുണ്ടാവുക മാത്രമാണ് ചെയ്തത്. ബോധം വീണ്ടു കിട്ടിയ യുവതി ഞായറാഴ്ച പുലർച്ചെ ജംഗ്ഷനിലെത്തുകയും വിവരം ധരിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് അവിടെയുണ്ടായിരുന്നവർ കൈകളുടെ കെട്ട് അഴിക്കുകയായിരുന്നു. നാട്ടിലെത്തി ആശുപത്രിയിൽ ചികിത്സ തേടിയ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. തിങ്കളാഴ്ച നിതിന്റെ വിവാഹം നടക്കാനിരിക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് നിതിന്റെ ബന്ധുക്കൾ പ്രതിശ്രുത വധുവിന്റെ വീട്ടുകാരെ വിവരം ധരിപ്പിക്കുകയും വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതായും അറിയിക്കുകയായിരുന്നു. നിതിന്റെ വീട്ടിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് പോലീസിന്റെ ഇടപെടൽ ഉണ്ടായത്. വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമാണ് ആക്രമണത്തിനിരയായ യുവതി. ഇവരും നിതിനും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. തന്റെ വിവാഹം നടക്കാനിരിക്കെ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ യുവതി തയ്യാറാകാതെ വന്നതോടെയാണ് കൊലപ്പെടുത്തി ഒഴിവാക്കാൻ നിതിൻ തീരുമാനിച്ചത്. ശനിയാഴ്ച തന്ത്രപൂർവ്വം ഒപ്പം കൂട്ടിയ ശേഷമാണ് യുവതിക്കെതിരെ അതിക്രമം നടത്തിയത്. ഇവർ സഞ്ചരിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. GTV ന്യൂസ്, കോതമംഗലം.